വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ. വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ, കണ്ണീരിലാഴുമ്പോൾ കൈ നീ തരണമേ, കടലിനു മീതെ നടന്നവനേ. വാതിൽ തുറക്കൂ നീ കാലമേ. മരണസമയത്തെന്നെ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയണമേ. മരണസമയത്തെന്നെ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയണമേ. തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്തു നീ റുഹാദ കുരിശിൽ ചേർക്കണമേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ. നൈസ് മോളെ, ഗുഡ് 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 ഗുഡ്. കാർത്തിക, എന്തോ ബ്യൂട്ടിഫുൾ സോങ്, അടിപൊളിയായിരുന്നു. നന്നായി പാടിയെന്ന് തോന്നിയോ? കുഴപ്പമില്ലാതെ പാടി. അപ്പൊ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സാർ. കാർത്തിക, എന്തോ സാർ? നല്ല സുഖമുള്ള ഒരു വളരെ കൂളായിട്ട് പോകുന്ന ഒരു ഭക്തിഗാനം, നല്ല സുഖമായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. അതിൻ്റെ ഒരു എന്താ പറയണ്ടത്, അതിൻ്റെ ഒരു സോള് നഷ്ടപ്പെടാതെ തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. നന്നായിട്ടുണ്ട്. ഈ കാലമേ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യണം. കാലമേ എന്നാണോ പറഞ്ഞത്? കാലമേ നല്ല രസമായിട്ട് നമുക്കൊന്ന് പാടി നിർത്തിയാലോ? പാടാം. വാതിൽ തുറക്കൂ, ആ വാതിൽ കറക്റ്റായിട്ട് വന്നു. വാതിൽ തുറക്കൂ നീ കാലമേ. യാ, ഓൾമോസ്റ്റ് ഗുഡ് ഗുഡ് ഗുഡ്. കാര്യം ഇതുപോലൊരു ഫിനിഷ് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എന്താണ് കണ്ണീരിൽ എന്താണ്? കണ്ണീരിലാഴുമ്പോൾ. ആ, കണ്ണീരിലാഴുമ്പോൾ അത് പാടുവോ? കണ്ണീരിലാഴുമ്പോൾ കൈ നീ തരണമേ, മതി മതി മതി. എൻ്റെ അമ്മ ഇത് മുഴുവൻ പാടി തീർക്കോ? അത് മതി. അതൊന്ന് ചേരായി കണ്ട ഒരു സുഖം തോന്നിയില്ലത്. കൈ നീ തരയണമേ എന്നുള്ള സ്ഥലത്ത് ഒരു സുഖം തോന്നിയില്ല. പിന്നെ മരണം, അത് തുടക്കം അത് പിന്നെ മരണമായതുകൊണ്ട് ഞാനങ്ങ് വിട്ട് പേടിയായിപ്പോയി. ഒന്ന് അത് ഒരു കൃത്യമായിട്ടൊന്ന് പാടാമോ?
സമയത്തിന്മേ മരണ അത് ഓക്കെ. പിന്നെ എനിക്കുള്ളത് ഈ രണ്ടാമത്തെ ലൈൻ എന്താണ് ചരണത്തിന്റെ? ഫസ്റ്റ് തളർന്നിടുമ്പോൾ അത് ജീവൻ എടുത്തു നീ, റൂഹാദ കുരിശയിൽ ചേർക്കണം. അത് ഒരു വക മനസ്സിലായില്ല. ഞാൻ കുറെ ക്രിസ്ത്യൻ പാട്ട് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ട്, പക്ഷെ പാടിയപ്പോൾ അതില്ലായിരുന്നു. ഒന്ന് കൃത്യമായിട്ട് സ്ഫുടമായിട്ടൊന്ന് പാട്ടാൻ പോകും. ഇത് ആരാ പാടിയത്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് മൂവി 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മ്യൂസിക് ചെയ്തത് ബോംബെ രവി സാർ. ബോംബെ രവി സാർ. ലിറിക്സ് എഴുതിയത് യൂസഫ് അലി ഗേച്ചരി സാർ. പാടിയത് ചിത്രാമ്മ. പക്ഷെ എന്താണെങ്കിലും അത് റൂഹാദ ആണെങ്കിലും റൂഹായിലാണെങ്കിലും വാട്ടെവർ, അത് കേൾക്കണം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നന്നായിട്ട് പാടി താങ്ക് യു സാർ. ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. MG സാർ. കാർത്തിക, എന്താ സാർ? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല ബ്യൂട്ടിഫുൾ സോങ്. ഈ പറഞ്ഞ പോലെ ഇപ്പം ശരത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു ഇൻകൺസിസ്റ്റൻസി ഫീൽ, അതാണ് ഒരു റൗണ്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ചിലടം ശരിയാകും, ചിലടം ശരിയാകുന്നില്ല, ചില അക്ഷരങ്ങൾ വ്യക്തമാവുന്നില്ല, ചിലത് മനോഹരമായിട്ട് പാടുന്നു. അപ്പോൾ അതിനാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാട്ട് ഒരു ഗായകനോ ഗായികയോ പാടുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അത് ആ പൂർണ്ണത അതിനകത്ത് കൈവരിക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ ശരിയായി ഇവിടെ ശരിയായില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കമൻറ്റ് പറയേണ്ടി വരും. ഇപ്പോൾ ഇവിടെ തന്നെ പ്രാർത്ഥിച്ച യേശു മഹേശനെ പല്ലവി നിർത്തുമ്പോഴത്തേക്ക് ശ്രുതി ചേരുന്നില്ല. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളും ഇപ്പോൾ പറഞ്ഞ പോലത്തെ പല സ്ഥലങ്ങളും വന്നായിരുന്നു. ഞാൻ ഇത് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇത് മൊത്തം മോഹനമാണല്ലോ. ഈ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരുന്നതൊക്കെ എനിക്ക് പെട്ടെന്ന് ആരെയും ഭാവഗായകനാക്ക, അത് പെട്ടെന്ന് വന്നു. അപ്പോൾ ശരി, അതെന്തെങ്കിലും വന്നതായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് വന്നത് ചന്ദനലേപ സുഗന്ധം, അത് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇത്? അപ്പം ഞാൻ ചോദിച്ചു, മഞ്ചരി ഇങ്ങനെയൊക്കെ വരുന്നല്ലോ സാറ്, നോക്ക് ആരാ മ്യൂസിക് എന്ന്. അപ്പോഴാണ് ഞാൻ മേലോട്ട് നോക്കിയപ്പോൾ ബോംബെ രവി സാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് തന്നെയാണ്. അപ്പോൾ അത് വന്നുകൊണ്ടൊരു യാതൊരു പ്രശ്നവുമില്ല. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഗമാണ് മോഹനം. അദ്ദേഹം മോഹനമേ ചെയ്യൂ. അപ്പോൾ ആ മാക്സിമം എല്ലാം അല്ല, അപ്പോൾ ആ മോഹനത്തിനകത്ത് അദ്ദേഹം എത്രയോ മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം നമ്മൾ മലയാളികൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു ജോണറിലുള്ളൊരു പാട്ടാണ് വാതിൽ തുറക്കു നീ കാലമേ. അത് യൂസഫ് അലി സാർ എഴുതിയപ്പോഴത്തേക്ക് അതിന് പല ബ്യൂട്ടിഫുൾ പദങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. സാധാരണ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ എഴുതുമ്പോഴത്തേക്ക് യൂഷ്വൽ പദങ്ങളാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നല്ല 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 രസമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പദങ്ങൾ കൊണ്ടുവന്ന് അതിനെ മ്യൂസിക്കലി വന്നപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫിക്കേഷൻ വന്നു അതിനകത്ത്. മോള് പാടി നന്നായിരുന്നു കേട്ടോ, മോശമൊന്നുമല്ല, നന്നായിരുന്നു. പക്ഷേ ഈ എപ്പോഴും പാടുമ്പോഴത്തേക്ക് അവിടെ ശരിയായി ഇവിടെ ശരിയായില്ല എന്നൊരു സംഭവം വരുത്താതിരിക്കുക. പാടാൻ പറ്റും മോക്ക്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആവുക. കാരണം ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നിൽക്കും, അടുത്ത സീസൺ തുടങ്ങും. അപ്പോൾ ഈ സീസണിൽ ഞാൻ എൻ്റെ പാട്ടുകൾ ഞാൻ നന്നായിട്ട് പാടി എന്ന് അഭിമാനത്തോടു കൂടി പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷനും കുറച്ചുകൂടെ ഡെഡിക്കേഷനും വേണം. അപ്പോൾ അത് ചെയ്യണം. എന്താണ് ഞാൻ പറഞ്ഞേ? അത് ചെയ്യണം. ഓക്കെ, അതങ്ങ് എടുക്കണം. ഓക്കെ, ആ ശരി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി കാർത്തിക, എന്താ മാം? സുന്ദരമായിട്ട് പാടി. താങ്ക് യു മാം. നല്ല സ്വീറ്റ് വോയിസ്, നല്ല ഈസി ആയിട്ട് പോയി മോളെ. അതാ ഒരു ഒഴുക്കിലങ്ങ് പോയി, പാടിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ ഈ ഗ്രാഫിക്സും എല്ലാം ബാക്ക് ഡ്രോപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്ക് മനോഹരമായിരുന്നു. കോറസ് പാടിയില്ലേ? ആരൊക്കെയായിരുന്നു? അസലായിരുന്നു. പറയാൻ വിട്ടുപോയി, നന്നായിരുന്നു കേട്ടോ. കോറസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും മനോഹരമായി വായിച്ചു. എപ്പോൾ കേൾക്കുമ്പോഴും ഇതൊരു വാതിൽ തുറക്കൂ നീ കാലം, ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു സുഖം തോന്നുന്നൊരു പാട്ടല്ലേ. വരികൾ, ആഹാ എന്തൊരു സിമ്പിൾ വരികളാണ്. മനോഹരമായ വരികൾ, മനോഹരമായ സംഗീതം. മോളെ സൂപ്പർ സെലക്ഷൻ. താങ്ക് യു മാം. അപ്പം മോളെ മാക്സിമം പാടിയിട്ടുണ്ട്.
നല്ല രീതിയിൽ തന്നെ അത് പാടിയിട്ടുണ്ട്. എനിക്ക് മോള് പാടിയത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ മാതിരി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, അത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എഴുതി വെച്ചത് സെയിം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ആവർത്തിച്ച് പറയുന്നില്ല. എനിക്ക് തോന്നിയ ആ കാര്യങ്ങൾ, ആ കാലമേ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് സംഗതികൾ ഒന്നുകൂടി ഒന്ന് വൃത്തിയാവാമായിരുന്നു എന്ന് തോന്നി. അല്ലാതെ നൈസ് അറ്റംപ്റ്റ്, നന്നായി പാടി. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക. കാർത്തിക എന്തോ സാർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഇപ്പം എല്ലാവരുടെയും സോങ് സെലക്ഷൻസ് അടിപൊളിയായി വരുന്നുണ്ട്. എല്ലാവരും അവരവരുടെ വോയിസിന് കൃത്യമായിട്ട് ചേരുന്ന സോങ്സ് ആണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. കാർത്തിക കുറച്ച് ഫിനിഷിങ്, ഇപ്പം നമ്മൾ ഫിനസ് എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പം ആ ഒരു ഏരിയ മാത്രം ഒന്ന് കവർ ചെയ്യണം. ഇപ്പോൾ ഈ ടെയിൽ എൻഡ് വരുമ്പോൾ കൃത്യത പാലിക്കുക. പിന്നെ അതുപോലെ ഈ ചില സ്ഥലത്തുള്ള ലിറിക്ക്, ഇപ്പം റൂഹായിൻ കുഞ്ഞ് കുഞ്ഞ് കൂറ പരിപാടികൾ നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ കോമ്പറ്റീഷനിൽ നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നല്ലോ. അപ്പോൾ ദെൻ അഗൈൻ ഇറ്റ്സ് ഫൈൻ. ഈ ഒരു സമയത്ത് ലെറ്റ്സ് ജസ്റ്റ് ലീവ് ഇറ്റ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാർത്തിക നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല സോങ് സെലക്ഷൻ, സോങ് ഭയങ്കര മൂഡ് ഈ പാട്ട് കേൾക്കാനും കേട്ടോണ്ടിരിക്കാനൊക്കെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. കാർത്തിക എന്തോ സാർ? 8.9 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. എം ജി സാർ. സെയിം 8.9. 8.9. താങ്ക് യു സാർ. ചേച്ചി. കാർത്തികയുടെ മാർക്സ് ഇതാ എഴുതി ഗാനക്കുളത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.8. സൂപ്പർ. ഓക്കെ.